കൃഷ്ണമിഴികളിതാ തേടുന്നീ വിസ്മയത്തെ എന്മങ്കേ പൊന്മങ്കേ. ചേച്ചി അതില് ലിറിക്സ് കുറെയൊക്കെ മാറ്റിയിട്ടുണ്ട്, ഒന്ന് വന്ന് പാടാമോ? അപ്പൊ അറിയുന്നില്ലായിരുന്നു അല്ല, ഐറ്റം ഡാൻസിലാന്ന് അറിയില്ല. വീണ്ടും ഞാൻ പോകേണ്ടി വന്നു. എന്താ സംഭവം? ഈ കിതപ്പെടുക്കാൻ വേണ്ടി ഞാൻ പെട്ടല്ല ദൈവമേ, ഇനിയിപ്പോൾ എന്താ ചെയ്യാ. പിന്നെ ഞാൻ ചിന്തിച്ചു, ഞാനൊരു ആർട്ടിസ്റ്റാണ്, എൻ്റെ തൊഴില് പാട്ട് പാടുക എന്നുള്ളതാണ്. ചേച്ചി മോഹൻ സിത്താരയുടെ കൂടെ ചെയ്തിട്ടുണ്ട്, ഗോപിചന്ദ്രന്റെ കൂടെ ചെയ്തിട്ടുണ്ട്, പിന്നെ ബിജിവാലെ ഓഫ് കോഴ്സ്, സോൾട്ട് പേപ്പറിലെ ചെമ്പാവ് പുന്നില്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ. സത്യം പറഞ്ഞാൽ കുറച്ച് ഫീൽഡ് ഔട്ട് ആയി എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വന്ന ഒരു ബ്രേക്ക് ബമ്പർ ഹിറ്റ് സോങ് ആണ്, എനിക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ് അത്. ഞാൻ വിചാരിച്ചു സോൾട്ട് പേപ്പറിലെ പാട്ട് ഇത്രയും ഹിറ്റ് ആയപ്പോഴേ കുറെ ചറപറാന്ന് വരും അവസരങ്ങള് എവിടെ. ചേച്ചി ആ സെല്ലുലോഡ് സിനിമയിലെ ഏനുണ്ടോടി ആ ചേച്ചിയുടെ സൗണ്ടിൽ ചിലപ്പോൾ ഭയങ്കര രസമായിരിക്കും. ഏനുണ്ടോടി അമ്പിളി ചന്തം ഏനുണ്ടോടി താമര ചന്തം. എന്നെ അത് പാടാൻ വേണ്ടി റെക്കോർഡിങ്ങിന് വിളിച്ചിട്ടുണ്ടായിരുന്നതാണല്ലോ. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ മാത്രമല്ല പാട്ട് പാടാൻ അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ മത്സരത്തിനും ഒന്നും പോവാണ്ട ഗതികേടൊന്നും പുഷ്പാവതിക്കില്ല. ചേച്ചിയുടെ പ്രേമ വിവാഹമായിരുന്നു അല്ലേ? ഞങ്ങള് കാണാതെയാണ്, സംസാരമായിരുന്നു ഉണ്ടായിരുന്നത്, ഫോണിൽ കൂടെയോ? കാണാതെ സ്നേഹം അങ്ങനെയാണ് കുട്ടി, ഭൗതികമല്ല ആത്മീയമാണ്. പാടിയാലോ? ഏത് പാട്ടാണ്? അപ്പച്ചന്റെ പാട്ട്. കാണുന്നില്ല കാണുന്നില്ല കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി. കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ, പാരിലുള്ള ചരിത്രങ്ങൾ ഓരോന്നും പരിചിന്തനം ചെയ്തിടുക രണ്ടു വംശത്തെ. കാണുന്നില്ല കാണുന്നില്ല കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി. കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ, എൻ്റെ വംശത്തിൻ കഥ എഴുതി വച്ചിടാൻ പണ്ട് ഉർവിയിലാരും ഇല്ലാതെ പോയല്ലോ. എൻ്റെ വംശത്തിൻ കഥ എഴുതി വച്ചിടാൻ പണ്ട് ഉർവിയിലാരും ഇല്ലാതെ പോയല്ലോ. കാണുന്നില്ല കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി. കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ. പാടി ഭയങ്കര വൈറലായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയ്യോ എന്ത് രസമായിട്ട്. അപ്പോഴാണ് ഇതൊരു എഴുത്ത് പോലെ നമ്മൾ അപ്പച്ചൻ്റെ കോട്ട് പോലെയാണ് എല്ലാവരും എടുത്ത് പറയുന്നത്. പറയുന്നൊരു പള്ളി പുലയനൊരു പള്ളി അത് കോട്ടായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. പക്ഷെ അതൊരു ഒരു എന്താ പറയുക, അപ്പോൾ ആളുകൾ വിചാരിക്കും, ഈ പുതിയ തലമുറയിലെ കുട്ടികൾ വിചാരിക്കും ഇതെന്താ പറയുന്നൊരു പള്ളി പുലയനൊരു പള്ളി, ഞാനെന്തോ ജാതികളെ എടുത്തെടുത്ത് പറയുന്നു എന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ട് അവർക്ക്. അവർക്ക് അറിയില്ലല്ലോ ഇതിൻ്റെ ചരിത്രം. ചരിത്രം അറിയണവർക്ക് കുഴപ്പമില്ല, പക്ഷെ ചരിത്രം എഴുതപ്പെടാത്തത് കൊണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. എന്താണ് ഈ ചേച്ചി ഇങ്ങനെ പാടുന്നത്? പുലയനൊരു പള്ളി, പറയനൊരു പള്ളി, മീൻപിടുത്തക്കാരൻ മരയ്ക്കാൻ വേറെ പള്ളി, പള്ളിയോട് പള്ളി നിരന്നു വന്നിട്ടും വ്യത്യാസം മാറി ഞാൻ കാണുന്നില്ല. ജാതിയുടെ ഹിംസയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യർ ഈ പിന്നെ ഓരോ സഭകളിലും ക്രിസ്തീയ സഭകളിൽ മാറി മാറി ചേരുമ്പോഴും അവിടെയും ജാതി ഉണ്ടെന്ന് തെളിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു വരിയാണ്, അപ്പച്ചൻ എഴുതിയ വരികളാണിത് അല്ലേ? അതെ അതെ. അപ്പൊ ഈ ഒരു സത്യം ആളുകള് ഇപ്പൊ ആർക്കും ജാതി ഇല്ലല്ലോ, പിന്നെന്തിനാണ് ഒക്കെയുള്ള ഭയങ്കര പുരോഗമനം പറയുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. ജാതി എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളത് കേരളത്തിൽ കുറച്ചും കൂടെ സവിശേഷമായിട്ടുള്ള രീതിയിലാണെന്ന് മാത്രം. അതേ പറഞ്ഞില്ലേ, നല്ല കഴിവോട് കൂടിയിട്ട് നമ്മൾ പഠിച്ചു വന്നാലും നമുക്ക് പിന്നെ നല്ല ഗായികയാണ്, നന്നായി പാടുന്നവളാണ് എങ്കിൽ പോലും അവൾക്ക് അവസരം കൊടുക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ, തൊഴിലന്വേഷണത്തിന്റെ സന്ദർഭം വരുമ്പോൾ, അതായത് പ്രശസ്തി, പണം ഇത്യാദികളൊക്കെ
ഒരു എന്താ പറയുക, അത് ഉണ്ടാകുന്ന അവസരങ്ങളിൽ ആ ഭാഗത്തു നിന്നൊക്കെ നമ്മളെയൊക്കെ അങ്ങനെ അകറ്റി മാറ്റി ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഏതായാലും ചേച്ചി അപ്പൊ അത് പറഞ്ഞുകൊണ്ടേ ഇരുന്നാലേ കാലങ്ങളോളം അത് പറഞ്ഞു ഉറക്കത്തിൽ. പിന്നെ ഇവിടുത്തെ സോഷ്യൽ ക്യാപിറ്റല് നമ്മളൊക്കെ പിന്നെ ചാനൽ കാണുന്നതുകൊണ്ടൊക്കെ തന്നെയല്ലേ ഇവർക്കൊക്കെ ഇത്രയും പണം ഉണ്ടാകുന്നത്. നമ്മളെ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യണോണ്ടല്ലേ, ചാനൽസ് നമ്മളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണോണ്ടല്ലേ. ഇവിടുത്തെ സവർണർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നെ ഇവിടുത്തെ ആളുകൾക്ക് പണം ഉണ്ടാകുമോ? ഈ ചാനൽ മുതലാളിമാർക്ക് ഇത്രയും പണം ഉണ്ടാവുമോ? എന്തുകൊണ്ടാണ് അവരത് ചിന്തിക്കാത്തത്? ഇവരെന്നെ വിളിച്ചാലേ എനിക്ക് പുല്ലാണ്. ചേച്ചി എന്നെ കുടുക്കിലിടരുത്, നമുക്ക് രമ്യത പോവാം. പാവം ഞാൻ. ചേച്ചി പറഞ്ഞ പോലെ ചേച്ചി സ്വന്തമായിട്ട് ചെയ്യുന്ന ഇതുണ്ടല്ലോ, കമ്പോസ് ചെയ്ത് സ്വന്തമായിട്ട് വരികൾ ഇറക്കി, അതൊന്നും എല്ലാവർക്കും പറ്റില്ല ചേച്ചി. അതിൽ ലേഡി കമ്പോസർ കുറവാണ് ഇവിടെ. കുറവെന്ന് പറഞ്ഞാൽ വിരലിലുണ്ടാകുന്ന ആളുകളേ ഉള്ളൂ. എല്ലാവരും പാടാൻ അവസരം കിട്ടും, അതിൻ്റെ പിന്നിലെ സംഗീതം നൽകി, മ്യൂസിക് നൽകി, അതിനൊരു തോട്ട് പ്രോസസ്. ചേച്ചി തന്നെ കഴിഞ്ഞിടെ ഞാൻ മറ്റേ അടുത്ത ഒരാളുടേത് ബുദ്ധന്റെ വചനങ്ങൾ ചേച്ചി ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും ചില്ലറ കാര്യം, ഇത്തിരി തല പോരാത്. എനിക്ക് ഇപ്പൊ കഴിവുള്ള ഒരാൾ അത് എപ്പോഴാണ് ഉണ്ടായത്? ഇതെല്ലാം ഈ പറഞ്ഞ പോലെ കോവിഡിന്റെ ഒരു സമയത്താണ്. കാരണം ആളുകൾ തകർന്നു പോയിട്ടില്ലേ ആ സമയത്ത്. ചില ആളുകൾ കോവിഡ് വന്നിട്ട് ഇപ്പൊ ചാവും എന്ന് വിചാരിച്ചിട്ടൊക്കെ ഇരിക്കുന്ന സമയം. എല്ലാവരും അടഞ്ഞ മുറികളിൽ ഇങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുന്ന സമയത്താണ് ആ പാട്ടൊക്കെ വന്നിട്ടുള്ളത്. ക്ഷമയാണ് ധീരത. അതാ പറഞ്ഞത്, എല്ലാവർക്കും തോന്നുന്ന ഒരു ഐഡിയ അല്ല, അത് വർക്കൗട്ട് ആക്കാൻ പറ്റില്ല. ചേച്ചിക്ക് ആ സമയത്ത് ഞാൻ ഗൂഗിൾ ചെയ്തു ഇങ്ങനെ ബുദ്ധവചനങ്ങൾ, നല്ല ബുദ്ധവചനങ്ങൾ കിട്ടുമോ ഇങ്ങനെ ഗൂഗിൾ ചെയ്തപ്പോൾ കുറേ ഇങ്ങനെ വചനങ്ങൾ, നമ്മൾ റൂമിയുടെ വചനങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ, എനിക്കിതൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത്തരം നല്ല നല്ല കോട്ട്സൊക്കെ ഞാൻ ഗൗരിയുടെ അടുത്ത് പറയും, അവൾ നന്നായി വരയ്ക്കും. അപ്പോൾ അവൾ അതിൻ്റെ കൂടെ ചില പിന്നെ നല്ല നല്ല കോട്ട്സൊക്കെ ഇങ്ങനെ എഴുതും. അപ്പം മോളെ ഇത് വളരെ നല്ല കാര്യമാണ്. അപ്പം ഞാനതിങ്ങനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. നിറയെ അവൾ അങ്ങനെ ഡൂഡിൽ വർക്ക് എന്നാ പറയാ, അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നല്ല നല്ല വചനങ്ങളൊക്കെ ഇങ്ങനെ വായിക്കാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. അപ്പൊ ഇതൊക്കെ ബുദ്ധന്റെ ഇപ്പൊ ഈ ക്ഷമയാണ് ധീരത, തളർന്നിരിക്കാതെ, നിരാശയുടെ ക്ഷമയാണ് ധീരത, തളർന്നിരിക്കാതെ, നിരാശയുടെ ഇരുൾ മുറിയിൽ തളർന്നിരിക്കാതെ, ക്ഷമയാണ് ധീരത, പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നാം നയിക്കുക, മനസ്സതിൻ മൗലിക ലാളിത്യത്തിലും നേരറിവിൻ്റെ വിശാല പരപ്പിലും താനേ പൊന്തുന്ന കാരുണ്യവായ്പിലും അണ പൊട്ടിയൊഴുകുന്നൊരാനന്ദ നിറവിലും അനിരുദ്ധം നിറയുന്നു താരാരാരാരാര അനുസ്യൂതം ബോധിതൻ ഭാസുര നൈർമല്യം. ഭയങ്കരമായിട്ട് പീസ്ഫുൾ ആവും അപ്പോ. അതെ, അതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ. ചേച്ചി മറ്റേ സുലേഖ മനസ്സിലെ പാട്ട് ചേച്ചി പാടി, ഇപ്പം ചേച്ചിയുടെ ഒപ്പം ഞാൻ വായനക്ക് അതെനിക്ക് എന്നെയൊക്കെ സമ്മതിക്കണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പാടാൻ അറിയില്ലെങ്കിലും ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചേച്ചിയൊക്കെ തരുന്നൊരു എന്താ പറയുക, നമുക്ക് തരുന്നൊരു എനർജി ഉണ്ട്, നമ്മളിലേക്ക് പാസ് ചെയ്യും, പാട്ട് വഴി ഒരു എനർജി പാസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ തോന്നിയ ഒരു പാട്ട് ഞാൻ പറയാം. ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ചേച്ചിയുടെ ഒരു പാട്ട് കേട്ടു, മറ്റേ കായങ്ങളും ചുണ്ടിക്കകത്ത് അതിലൊരു ലൈൻ കണ്ടപ്പോ എനിക്കും എന്നെ നാണം ചമ്മലൊക്കെ വന്ന് സത്യം അതൊന്ന് പാടിക്കേ. അതിൽ ആ രണ്ടാമത്തെ വരിയുണ്ട്, അതാ പറഞ്ഞ എനിക്കത് കേട്ടപ്പോഴേ ഞാൻ ഹെഡ്സെറ്റിലാ കേട്ടെ, നാണം കുളിരൊക്കെ വന്നെനിക്ക്. ഞാൻ എന്നിട്ട് രണ്ടാമത്തെ കാറിൽ പ്ലേ ചെയ്യിച്ചു. അതെ, അത് ആ പാട്ടിനൊരു ചരിത്രം ഉണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ഗോപിസുന്ദർ പറഞ്ഞേ, പുഷ്പ ചേച്ചി ഒരു നാഗപ്പാട്ട് വന്ന് പാടാമോ എന്നാ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. ഈ നാഗപ്പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർ ട്രഡീഷണൽ, ചേച്ചി കുറച്ച് ട്രഡീഷണൽ നാഗപ്പാട്ടുകളൊക്കെ ഒന്ന് റെഫർ ചെയ്ത് വരണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ
എന്ന് പറഞ്ഞു. ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ പലതും സെർച്ച് ചെയ്തു. അതിൽ ആരൊക്കെയോ സ്കൂൾ മത്സരത്തിനൊക്കെ കുട്ടികൾ ഇങ്ങനെ മറ്റേ പുള്ളുവമ്പ വെച്ചിട്ട് ഇങ്ങനെ അത് പാടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ എനിക്ക് പൊതുവേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ആ ഒരു ആ കളവും പിന്നെ ആ നാഗാരാധനയും ആ പാട്ടും വല്ലാത്തൊരു ഉള്ളിലൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു കൊടുക്കൽ വാങ്ങൽ അവിടെ നടക്കുന്നുണ്ട് എൻ്റെ ഉള്ളിൽ കേട്ടോ. എനിക്ക് അത്രയും ഇഷ്ടമാണത്. അപ്പം ഞാൻ അങ്ങനെ ആ നാഗപ്പാട്ടൊക്കെ നിറയെ കേട്ടു. ഞാൻ പിന്നെ അത് മാത്രമല്ല, ഞാൻ കുണ്ടലിനി പാട്ട് ചെയ്തിട്ടുണ്ട് നാരായണ ഗുരുവിൻ്റെ. ആടു പാമ്പേ പുനം തേടു പാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടു പാമ്പേ തിങ്കളും കൊന്നയും ചൂടുമീശൻ തിങ്കളും കൊന്നയും ചൂടുമീശൻ പദപങ്കജം ചേർന്ന് നിന്നാടു പാമ്പേ വെണ്ണീറണിഞ്ഞു വിളങ്ങും തിരുമേനി കണ്ണീരൊഴുക കണ്ടാടു പാമ്പേ ആടു പാമ്പേ പുനം തേടു പാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടു പാമ്പേ. എന്താണെന്നറിയില്ല, എനിക്ക് നമുക്ക് ആ പാട്ടൊക്കെ പാടുമ്പോൾ ഒരു വല്ലാത്തൊരു എനർജിയാണ്, ഒരു വല്ലാത്തൊരു സ്പിരിറ്റ് ഇങ്ങനെ നിറഞ്ഞ് നമുക്ക് എന്താ ഒരു വല്ലാത്തൊരു ബ്ലിസ്ഫുൾ എന്നൊക്കെ പറയില്ല, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പോലെ ഫീൽ ചെയ്യും. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രാക്ടീസ് നന്നായിട്ട് ഉള്ള ഒരാളാണ്. ഈ ഒരു വഴിയിൽ ഒരു ആത്മീയമായിട്ടുള്ളൊരു വഴിയിൽ ഒത്തിരി എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനത്തെ അന്വേഷണങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. ഈ കുണ്ടലിനി പാട്ട് പോലുള്ള പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്യും പാടുകയും ഗുരുവിനെയൊക്കെ വായിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും നാഗപ്പാട്ടൊന്ന് ചേച്ചി നോക്കിയിട്ട് വരണേന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആവേശമായിരുന്നു. ഞാൻ അവിടെ ചെന്നു, ഗോപി സുന്ദറിൻ്റെ തൃപ്പൂണിത്തുറയിലുള്ള റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ചെല്ലണു, നാഗപ്പാട്ട് പാടുന്നു, ഭയങ്കര സന്തോഷമായി. തിരിച്ചു വന്നു 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറയാം, ചേച്ചി അതിൽ ലിറിക്സ് കുറേയൊക്കെ മാറ്റിയിട്ടുണ്ട്, ഒന്ന് വന്ന് പാടാമോ എന്ന്. ഞാൻ തിരിച്ച് അവിടെ ചെന്നപ്പം എൻ്റെ ജൂനിയറായിട്ട് പാലക്കാട് പഠിച്ചിരുന്ന, വളരെ ജൂനിയറായിട്ട് പഠിച്ചിരുന്ന മിഥുനാണ് ഉണ്ടായിരുന്നത്. അയാൾ പിന്നെ ഗോപിസുന്ദറാണെങ്കിൽ ചെന്നൈയിൽ, അയാൾക്ക് എന്തോ അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു. എന്നെ കൊണ്ട് ഈ കിതപ്പൊന്നും ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. എന്നോട് ഭയങ്കര ബഹുമാനമുള്ള കുട്ടിയാണ്, മാത്രം ഞാൻ വളരെ സീനിയറായിട്ട് പഠിച്ചതാണ്. അപ്പൊ ചേച്ചി ആ കിതപ്പൊക്കെ എടുക്കാൻ വേണ്ടി പറയാൻ അവനെ കൊണ്ട് ബുദ്ധിമുട്ട്. വരികളും മൊത്തം ഈ പറഞ്ഞ വരിയാണ്. അപ്പൊ അറിയുന്നില്ലായിരുന്നു ഇതായിരുന്നു പാട്ട്, ഐറ്റം ഡാൻസിലാന്ന് അറിയില്ല. ഇത് മറ്റേ ശരത് സാറ് ചിത്ര ചേച്ചിയെക്കൊണ്ട് ഒരു ഐറ്റം ഡാൻസിന് ഇതുപോലെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചേച്ചിക്ക് അറിയില്ലായിരുന്നു. ഐറ്റം ഡാൻസ് അല്ല, അങ്ങനെ ഭയങ്കര അർത്ഥമുള്ള ഇന്നർ മീനിങ് ഉള്ളതായിരുന്നു. ചേച്ചി ഭക്തിഗാനാണെന്നും പറഞ്ഞു ഞാന് ഭക്തിപൂർവ്വം അത് ആദ്യം പാടി. അത് നാഗത്തിന് വേറെയും അതിന് ഒരു ഇതുണ്ട്, അതുകൊണ്ടായിരിക്കും ആ ഒരു കൾച്ചറിൽ ഇങ്ങനെ ഒരു പാട്ട് ചെയ്യണമെന്ന്. എന്നിട്ട് ചേച്ചി പിന്നെ കിതപ്പൊക്കെ ആരെടുത്ത്? അയ്യോ, അപ്പൊ മിഥുൻ എന്നെ കൊണ്ട് ആ പാട്ട് ഫുള്ള് എന്താ പറയാ ലിറിക്സ് മാറ്റിയിട്ടുള്ള പുതിയ വേർഷനുള്ള നൃത്തഗീതികളെന്നും ഉണരുന്ന വേദിയിൽ തൃഷ്ണമിഴികളിതാ തേടുന്നീ വിസ്മയത്തെ എന്മങ്കേ പൊന്മങ്കേ കഞ്ചുകമിളകുന്ന ലാസ്യ നടനം കാണാൻ വിശ്വദിക്കുകളിതാ എൻ മുന്നിൽ അണയുന്നേ എന്മങ്കേ പൊന്മങ്കേ. അപ്പോൾ ഈ പാട്ട് ഞാൻ ഫുൾ പാടിയിട്ട് ഞാൻ തിരിച്ചു പോന്നു. വീണ്ടും ഗോപിസുന്ദർ വിളിക്കുന്നു. അതായത് അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഗോപിസുന്ദറിനെ അയച്ചു കൊടുത്ത് അയാൾ അത് കേൾക്കുകയും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് പോരുകയുണ്ടായത്. പോന്നു കഴിഞ്ഞിട്ട് ചേച്ചി അതിലൊരു കുറച്ച് പോർഷൻ വിട്ടിട്ടുണ്ട്, ഒന്നും കൂടി വന്നൊന്ന് പാടാമോന്ന്. വീണ്ടും ഞാൻ പോകേണ്ടി വന്നു ആ പാട്ടിന് വേണ്ടി. എന്താ സംഭവം? ഈ കിതപ്പെടുക്കാൻ വേണ്ടിട്ട് അല്ല അവസാനം ഒരു കിതയ്ക്കുന്ന ഒരു ഭാഗം ഉണ്ട്. അത്
അത് പാട്ട് കേട്ട് നോക്കിയാലേ അറിയുള്ളൂ. ഹെഡ്സെറ്റ് വെച്ച് ഞാന് എന്റെ ദൈവം അല്ല, ഞാൻ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പാട്ടേ പാടിയിട്ടില്ല. അല്ല, ഇപ്പൊ ഞാൻ എന്റെ ഷോസിലൊക്കെ ഞാനത് പാടാറുണ്ട് കേട്ടോ. വിത്ത് ഓർക്കസ്ട്ര ആകുമ്പോഴാണ് നല്ല എഫക്റ്റീവ് ആണ് ആ പാട്ട്. ആളുകൾക്ക് അങ്ങനത്തെയും ഭയങ്കര ഇഷ്ടമാണല്ലോ. അതാണല്ലോ ഇപ്പൊ ഈ നാണം വരുന്നു എന്നൊക്കെ പറഞ്ഞത് അല്ലേ. അല്ല, വെറുതെ നമുക്ക് നാണം വരുമോ എന്തോ. അതൊന്ന് കേട്ട് നോക്ക്. ചേച്ചിയുടെ പാട്ട് തന്നെയല്ലേ, ചേച്ചിന്റെ ഹെഡ്സെറ്റ് എടുത്തൊന്ന് കേട്ട് നോക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ പെട്ടല്ലോ ദൈവമേ, ഇനിയിപ്പോ എന്താ ചെയ്യാ. പിന്നെ ഞാൻ ചിന്തിച്ചു, ഞാനൊരു ആർട്ടിസ്റ്റാണ്, എൻ്റെ തൊഴിൽ പാട്ട് പാടുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ ഇങ്ങനൊരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റെടുക്കണം. നമ്മളത് ഭംഗിയായിട്ട് പാടിക്കൊടുക്കുക. എന്താ വേണ്ടത് വെച്ചാൽ നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നമ്മുടെ കഴിവ് എന്താണോ അതവിടെ കാണിക്കുക. ഏറ്റവും നല്ലത് കൊടുക്കുക. ഏറ്റവും നല്ലത് കൊടുക്കുക. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് പരമാവധി ഏറ്റവും നന്നാക്കാൻ പറ്റുമോ അതുപോലെ അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ തൊഴിൽ അതാണ്. അപ്പോൾ ഞാനിത് തൊഴിലായിട്ട് കണ്ടുകൊണ്ട് ഞാൻ പാടി. ചേച്ചി മോഹൻ സിത്താരയുടെ കൂടെ ചെയ്തിട്ടുണ്ട്, ഗോപിചന്ദ്രൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, പിന്നെ ബിജിപാലെ ഓഫ് കോഴ്സ്. ബിജിപാലാണല്ലോ, ബിജിപാലിൻ്റെ സോൾട്ട് പേപ്പറിലെ ചെമ്പാവ് പുന്നില്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ തനതിന്ത താനാതിന്ത താനാതിന്തെന്തിന്നോ തനതിന്ത താനാതിന്ത താനാതിന്തെന്തിന്നോ. ഞാനും കൂടെ ഈ പാട്ട് വളരെ നന്നായിട്ടുണ്ട്. അങ്ങനെയല്ലേ ചേച്ചി, ഭയങ്കര സന്തോഷം. അവരെ പാട്ട് പാടിയ ഒരാളുടെ മുന്നിൽ വെച്ചിട്ട് നമുക്കും പാടാം. അത് നമ്മൾ ആസ്വദിക്കുന്നില്ലേ പറഞ്ഞില്ലേ ഈ പാട്ട്. പിന്നെ എന്താ പറയാ, കുറച്ച് കാലത്തെ എൻ്റെ ഒരു ബ്രേക്കിന് ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് ഫീൽഡ് ഔട്ട് ആയി എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. 2005 മുതൽ ഞാൻ ഖത്തറിലായിരുന്നല്ലോ. പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് കല്യാണമൊക്കെ കഴിച്ച് ഇവിടെ, അപ്പൊ അങ്ങനെ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായി. പിന്നെ വന്ന ഒരു ബ്രേക്ക്, എന്താ പറയാ, ഒരു ബമ്പർ ഹിറ്റ് സോങ് ആണ് എനിക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ് അത്. സോൾട്ട് പേപ്പറിലെ ബിജിപാലിന്റെ സംഗീതത്തിലുള്ള ഈ ഒരു ഗാനം. ചേച്ചി അത് പറഞ്ഞപ്പോൾ ചേച്ചിയുടെ സൗണ്ടിന്, ചേച്ചി ആ സെല്ലുലോഡ് സിനിമയിലെ ഏനുണ്ടോടി ആ ചേച്ചിയുടെ സൗണ്ടിൽ ചിലപ്പോൾ ഭയങ്കര രസമായിരിക്കും. അത് എന്നെ അത് പാടാൻ വേണ്ടി റെക്കോർഡിങ്ങിന് വിളിച്ചിട്ടുണ്ടായിരുന്നതാണല്ലോ. ഏനുണ്ടോടി അമ്പിളിച്ചന്ത എന്നുള്ള പാട്ട് അല്ലേ. എന്നെ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്, ഞാൻ മാത്രമല്ല പാട്ട് പാടാൻ അവിടെ ഉണ്ടായിരുന്നത്. സിത്താര, പിന്നെ മൃദുല, ഞാൻ. അങ്ങനെ മത്സരത്തിനും ഒന്നും പോവാണ്ട ഗതികേടൊന്നും പുഷ്പാവതിക്കില്ല. അത് നേരത്തെ അറിയിച്ചിരുന്നു ഞാൻ പോവില്ലായിരുന്നു. അപ്പൊ എം ജയചന്ദ്രൻ എന്നെ കൊണ്ട് പല്ലവിയും അനുപല്ലവിയും പാടിച്ചു. എന്നിട്ട് പിന്നെ എന്തിനാ വെറുതെ സമയം കളയണതെന്ന്, ഞാൻ കൃത്യമായിട്ട് പാടി വെച്ച് കൊടുത്ത പാട്ടാണ്. അവർക്ക് വേറെ താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ പിന്നെ 3 പേരെ കൊണ്ടൊക്കെ പാടിപ്പിച്ചിട്ടായിരുന്നു സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാനെന്താ, എനിക്ക് അതിന്റെ ഗതികേടൊന്നുമില്ല. ഇപ്പൊ ഞാൻ ചോദിച്ചത് എനിക്കുള്ള അരിവാളായോ? അല്ല, അങ്ങനെയല്ലല്ലോ. ഇപ്പോ ആ സിനിമ ഡയറക്ട് ചെയ്ത് കമലാണ്. കമലിന്റെ നമ്മൾ എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ എന്റെ ആദ്യത്തെ ഹിറ്റ് ഗാനം ഉണ്ടാവുന്നത്, കാത്തു കാത്തൊരു മഴയത്ത്. അപ്പൊ എന്റെ വോയിസ് കൾച്ചർ എന്താണെന്നുള്ളത് ഡയറക്ടർക്ക് അറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ താല്പര്യം കൊണ്ടായിരിക്കണം എന്നെ വിളിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ പറഞ്ഞു കേട്ടതും. അപ്പോൾ ഒരു സംവിധായകനെ അറിയില്ലേ, തൻ്റെ സിനിമയിലെ ആ നായികയ്ക്ക് വേണ്ടി ഈ വോയിസ് നന്നായിരിക്കും എന്നുള്ള സംവിധായകനും ഉണ്ടാവില്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു, എന്നെ കൊണ്ട് പാടിപ്പിക്കുന്ന ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അങ്ങനെ പറഞ്ഞ് ഞാൻ കേൾക്കുകയും ചെയ്തു. പക്ഷെ സെലക്ട് ചെയ്യപ്പെട്ടത് വേറെ ഗായികയാണ്, സിത്താരയെ കൊണ്ടാണ് പാടിപ്പിച്ചത്. ആ സിത്താര കുറേ എന്താ പറയുക, ഇതുപോലെ അദ്ദേഹത്തിൻ്റെ പാട്ട് കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയിട്ടുള്ളൊരു ഗാനമാണ്. അത് അവൾക്ക് നല്ലൊരു അംഗീകാരം കിട്ടുകയും ചെയ്തു. ചേച്ചിക്ക് നമുക്ക് നോക്കാം. ചേച്ചിയുടെ ഇതിൽ നല്ല രസം ഉണ്ടായിരിക്കും ആ പാട്ടാ. ഏനുണ്ടോടി അമ്പിളി ചന്തം, ഏനുണ്ടോടി താമര ചന്തം, ഏനുണ്ടോടി മാമഴ ചന്തം, ഏനുണ്ടോടി നാരതര കമ്മലിട്ടോ പൊട്ടു തൊട്ടോ
ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാരപ്പൂങ്കുയിലേ. ഞാൻ ആ സമയത്തൊക്കെ അങ്ങനെ പാടി. പുന്നാരപ്പൂങ്കയില് നല്ല രസമുണ്ട്. നല്ല രസമായിട്ടുണ്ട്. ചേച്ചിയുടെ പ്രേമ വിവാഹമായിരുന്നു അല്ലേ? പറഞ്ഞേ, ഞാൻ കേക്കട്ടെ. ഞങ്ങള് കാണാതെയാണ് സംസാരമായിരുന്നു ഉണ്ടായിരുന്നത് ഫോണിൽ കൂടെയോ? 1 വർഷം. എൻ്റെ അതെങ്ങനെയാ കാണാതെ പ്രേമിക്കുന്നത്? മനസ്സിലായില്ലേ? സ്നേഹം അങ്ങനെയാണ് കുട്ടി, കാണാതെ. ഭൗതികമല്ല. ഭൗതികമല്ലെങ്കിലും ആത്മീയമാണ്. ആത്മീയമാണെങ്കിൽ കൂടി ഒരാളെ എങ്ങനെ വോയിസ് എങ്ങനെയാ കേട്ടത്? എൻ്റെ സുഹൃത്ത് ഷാഹിന നഫീസ. നഫീസ എന്നൊക്കെ ഞാൻ അവള് ഫേസ്ബുക്കിൽ അങ്ങനെ നഫീസ എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ പറയണത്. KK ഷാഹിന, എനിക്കറിയാം. അറിയപ്പെടുന്ന ജേർണലിസ്റ്റ്. ഇപ്പോൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നിലയിലേക്ക് അവൾ ഉയർന്നു. അപ്പോൾ അവള് എൻ്റെ പഴയ ഒരു സുഹൃത്താണ്. അപ്പം ഞാനൊരിക്കൽ ഖത്തറിന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മിസ് ചെയ്തപ്പോൾ ഒന്ന് വിളിച്ചതാണ്. വിളിച്ചപ്പോൾ ഇങ്ങനെ പിന്നെ പ്രിയനെ പരിചയപ്പെടണം, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കരുത് എന്നൊക്കെ ഇങ്ങനെ ഉപദേശിച്ചു. നമ്പറൊക്കെ തന്നു, വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, അത് എവിടെയോ വെച്ചു. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ടീച്ചർ ഷാഹിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഈ സംസാരം ഉണ്ടായതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് ആ ഒരു കുറച്ചൊരു ടൈമിൻ്റെ ഒരു വ്യത്യാസത്തിലാണ് ടീച്ചറുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ടീച്ചർ എന്നോട് ഇങ്ങോട്ട് പറയാണ്, ഷാഹിന നേർക്ക് നേർന്നുള്ള പരിപാടി ഏഷ്യാനെറ്റിൽ ചെയ്യുന്നത് ഗംഭീര പരിപാടിയാണല്ലേ എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറയാം, ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനൊരു കാര്യം, ഒരു വിവാഹകാര്യമൊക്കെ അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നമ്പർ തന്നു, പക്ഷെ ഞാൻ വിളിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ടീച്ചർ രതി എന്നായിരുന്നു ആ ടീച്ചറുടെ പേര്. ഈ രതി ടീച്ചർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഉപദേശിച്ചു, കുട്ടി എന്താണ് ഇങ്ങനെ ആധ്യാത്മിക കുട്ടിയായിട്ട് ജീവിച്ചാൽ മതിയോ, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ, ഇപ്പം മനസ്സിലാവില്ല വിഷമം, കുറച്ചും കൂടെ കാലം കഴിഞ്ഞാലേ അറിയുള്ളൂ, ഒറ്റപ്പെടൽ വരുമ്പോഴേ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനാണെങ്കിലോ ഇവിടുന്ന് അവിടെ ഖത്തറിലെത്തിയിട്ട് ഈ പറയണ പോലെ ഒരു ഒറ്റപ്പെട്ട ലൈഫായിരുന്നു, സോഷ്യലൈസ് ചെയ്യാൻ ആരുമില്ല. ടീച്ചർ ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ ടീച്ചറുടെ ഫാമിലിയിലേക്കാണ് പോണത്, പിന്നെ അവരെ കുടുംബമായിട്ട് സന്തോഷമായിട്ട് അങ്ങനെ പോവാം. ഞാനാണ് അവിടെ നിന്ന് ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് കൂട്ടുകൂടാനും ആരുമില്ല. കൂട്ടുകൂടണ്ട, നമുക്ക് നമ്മുടെ ഒരു വേവ് ലെങ്ത്തുള്ള ആളുകളായിട്ട് സംസാരിക്കുക, ഇടപഴകുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊന്നുമില്ല. ഇവിടെയാണെങ്കിലോ തൃശ്ശൂരായിരുന്നു വെച്ചെങ്കിൽ ഞാൻ നേരെ അങ്ങ് സാഹിത്യ അക്കാദമിയിൽ വരും, അവിടെ നമ്മുടെ പല സുഹൃത്തുക്കളും വരും, പല ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പുതിയൊരു സംഗതി ഉണ്ടാവും അതിന്. കബീർദാസിന്റെ ദോഹകളൊക്കെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതൊക്കെ. അപ്പൊ അങ്ങനെ ഒരു സോഷ്യലൈസിങ് ഒന്നും ഇല്ല, സോഷ്യൽ ലൈഫില്ല. പാട്ട് കുട്ടികളെ പഠിപ്പിക്കുക, അത് കഴിഞ്ഞാൽ റൂമിൽ വരിക, പിന്നെ വേറെ ഒന്നും ഇല്ല. വേണമെങ്കിൽ TV കാണാം, അല്ലെങ്കിൽ വേണം ഞാൻ TV കാണാൻ സ്വഭാവമില്ല എനിക്ക്. ഇനി ഇവിടെ ആയിരുന്നു വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ തേടി പിടിക്കുക, അല്ലെങ്കിൽ നല്ല പാട്ട്. ഞാൻ കുറേ കാസറ്റ് കൊണ്ടുപോയിണ്ടായിരിക്കും, പാട്ട് കേൾക്കലായിരുന്നു. കേട്ട് ഏകാന്തത അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. നമ്പർ എടുത്തു. അപ്പോൾ ആ ടീച്ചറുടെ ഒരു ഇനിഷ്യേറ്റീവിൽ ഞാൻ അങ്ങനെ നമ്പർ എടുത്തു, വിളിച്ചു. ആദ്യത്തെ ഒരു വിളിയുടെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ തിരിച്ച് തന്നെ ഇങ്ങനെ എല്ലാ ദിവസവും വിളിക്കും. അങ്ങനെ ഒരു വർഷത്തോളം സംസാരിച്ചു. അപ്പം നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ഞാൻ എൻ്റെ ജോലി അവിടെ റിസൈൻ ചെയ്യും, ഇങ്ങോട്ട് പോരുകയും ചെയ്തു. ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്താ സോൾട്ട് ആൻഡ് പേപ്പറിലെ പാട്ട് കിട്ടിയില്ലേ, ബ്രേക്ക് വന്നില്ലേ, വേറെ രീതിയിലൊരു കരിയർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. ഞാൻ വിചാരിച്ചു സോൾട്ട് ആൻഡ് പേപ്പറിലെ പാട്ട് ഇത്രയും ഹിറ്റായപ്പോഴേ കുറേ ചറപറാന്ന് അവസരങ്ങൾ എവിടെ. ചേച്ചി ആ തേന്മാവിൻ കൊമ്പത്തെ ആ ഒരു ഹമ്മിങ്ങോ അല്ല ശുഭ ചേച്ചി പാടിയൊരു പാട്ടുണ്ട്, ചേച്ചിക്ക് അറിയാമെങ്കിൽ? വരികള് നിലാ പൊങ്കലായല്ലോ
അറിയില്ല വരികള്. കുഴപ്പമില്ല ചേച്ചി, എനിക്ക് വരി അത് നമ്മൾ ചെറുതിലെ കേട്ടിട്ടുള്ള ഇത്തരം ഈ പറയുന്ന വോയിസിൽ കേട്ടിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള പാട്ടുകളാണ്. അതുകൊണ്ടാണ് ചേച്ചിയോട് ഈ ട്യൂൺ മാത്രമാണ് എന്താണെന്നറിയില്ല, ട്യൂൺ മാത്രമായിരിക്കും എന്റെ തലയിലിരിക്കുന്നത്. ബുദ്ധിരാതന ലക്ഷണമായിരിക്കും അല്ലേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ചേച്ചി തന്നെ എല്ലാം അല്ല, ഞാൻ വരികളല്ല ശ്രദ്ധിക്കുന്നത് ആക്ച്വലി. പക്ഷേ ബുദ്ധിയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ വരികളും, എനിക്ക് എല്ലാം അങ്ങനെയല്ല കേട്ടോ. നമുക്ക് വേണ്ടതേ നമ്മൾ എടുക്കുള്ളൂ. അത്രേ ഉള്ളൂ. നമുക്ക് വേണം തോന്നിയാൽ അത് ചിലത് അതെ ഓട്ടോമാറ്റിക്കലി ശരിയാണ് കേട്ടോ, പറഞ്ഞത് ശരിയാണ്. നമുക്ക് ബുദ്ധിയുണ്ട്. പക്ഷേ ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാൻ വേറെ കണ്ടിട്ടുണ്ട് കേട്ടോ, നല്ല ഇന്റർവ്യൂസാ. വളരെ ജെന്യൂനായിട്ട് ഇങ്ങനെ ചോദിക്കുന്ന, അങ്ങനെ ജാടകളൊന്നും ഇല്ലാണ്ടുള്ള വേറെ കുറെ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു പറയിപ്പിച്ചല്ല, ചേച്ചി സ്വന്തമായിട്ട് പറയുന്നു. അല്ല ചേച്ചി, നമ്മളറിയില്ല, വളരെ അക്കാഡമിഷ്യൻസ് ഒക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര കനത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കില്ലേ? അല്ല, എനിക്ക് എങ്ങനെ ചോദിച്ചാലും എനിക്കൊരു വിഷയമല്ല. എങ്ങനെ ചോദിച്ചാലും നമുക്ക് ഉത്തരം ഒന്നേ ഉള്ളൂ. അതിന് കാരണം എങ്ങനെ വളച്ചു കെട്ടിയാലും നമുക്ക് ഒരൊറ്റ ആൻസർ അല്ലേ ഉള്ളൂ, ഒറ്റ ഉത്തരവല്ലേ ഉള്ളൂ. അപ്പൊ ചേച്ചി, ഒരുപാട് സന്തോഷം. ചേച്ചിയുടെ ഞാൻ പറഞ്ഞല്ലോ, ചേച്ചിയുടെ കൂടെ ചേച്ചീനെ കണ്ടിട്ട് പാട്ട് പാടി, ചേച്ചിയുടെ ഒപ്പം ഇരുന്നു ഒരു ഉളുപ്പില്ലാണ്ട് ഞാൻ പാട്ട് പാടി. എല്ലാവർക്കും ഒന്നും ധൈര്യം ഒന്നും ഉണ്ടാവത്തില്ല ചേച്ചി, സത്യം. കാരണം അത് മ്യൂസിക് ചെയ്ത് പാടിയവരുടെ മുന്നിൽ നിന്ന് പാടാനൊക്കെ എല്ലാവർക്കും ചമ്മല. പാട്ടൊക്കെ പാടുമ്പോൾ പാടാനൊക്കെ പറഞ്ഞാലേക്ക് ചമ്മലൊക്കെയാണ്. എനിക്കതൊന്നുമില്ല. കാരണം അല്ല, നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പാടി തന്നെ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞങ്ങൾ ഓരോ നിമിഷവും ആസ്വദിക്കുന്നുണ്ട്. അത് നിങ്ങൾ പാടുമ്പോഴാണെങ്കിലും ശരി, നമ്മൾ കേൾക്കുമ്പോഴാണെങ്കിലും ശരി, ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. ആസ്വാദനമാണല്ലോ ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ്. ലയിക്കുക, നമ്മളുടെ ആ ഒരു മൊമെന്റ് നമ്മൾ മറക്കുക. അത് ചേച്ചിയുടെ പാട്ടിൽ നിന്ന് എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ എപ്പോഴും പാസ്റ്റും ഇല്ല ഫ്യൂച്ചറും ഇല്ല, പ്രസന്റ് മാത്രം. എനിക്ക് ചേച്ചിയുടെ സൗണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ കാണാമെന്നറിയോ? എനിക്ക് എത്ര കരഞ്ഞ് ഡിപ്രഷൻ അടിച്ചൊക്കെ ഞാൻ ഇരിക്കുവാണെങ്കിലും എനിക്കൊരു ഇങ്ങനത്തെ പാട്ട് കേട്ടാൽ ഞാൻ ഭയങ്കര ഓണാ. എനിക്കിങ്ങനെ എന്നുള്ള പാട്ട് കേൾക്കുന്ന ഇഷ്ടമല്ല, ഈ പിച്ചിലെ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ഭയങ്കര ഓണാ. അതെനിക്ക് ഭയങ്കര, ചേച്ചിയെ പോലെ ഒരാളെ ഞാൻ പറഞ്ഞ കുറേ നാളായി കാണണമെന്ന് ആഗ്രഹം. കണ്ടു, സംസാരിച്ചു. ഭയങ്കര സന്തോഷം ചേച്ചി. താങ്ക് യു താങ്ക് യു സോ മച്ച്.